ഹലോ, നല്ല നമസ്കാരം. ലോക്ക്ഡൗൺ അനുപമ പരമേശ്വരൻ നായികയെ എത്തിയ സിനിമയാണ് ലോക്ക്ഡൗൺ. ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. കാണാൻ കഴിയുന്നവർ കാണുക. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആരും അറിയാതെ പോയ ഒരു തടവറയിലെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടിയാണ് അനിത എന്ന് പറയുന്ന അനുപമ പരമേശ്വരൻ ചെയ്ത കഥാപാത്രം. IT മേഖലയിൽ ജോലി അന്വേഷിക്കുന്നതിനിടയിൽ ഒരു സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയാണ്. അവിടെ വെച്ച് അബദ്ധത്തിൽ മദ്യം കഴിക്കേണ്ടി വരുന്ന അനിത ബോധരഹിതയാവുകയാണ്. പിന്നീട് അവൾ ഗർഭിണിയാണെന്ന് ഞെട്ടിക്കുന്ന വിവരം തിരിച്ചറിയുന്നു. വിവാഹത്തിന് മുമ്പ് അതുമാത്രമല്ല, ബോയ് ഫ്രണ്ട് പോലും ഇല്ലാത്ത അവൾ ഗർഭിണിയായ വിവരം തൻ്റെ പിതാവ് അറിഞ്ഞാൽ അദ്ദേഹം അത് താങ്ങില്ല എന്ന് ഭയന്ന് അനിത രഹസ്യമായി ഗർഭചിത്രം നടത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതേ സമയം രാജ്യത്ത് COVID-19 ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതോടുകൂടി അവളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾക്കിടയിൽ ആരും അറിയാതെ ഈ പ്രഗ്നൻസി, ഈ പ്രശ്നം പരിഹരിക്കാൻ അവൾ നടത്തുന്ന പോരാട്ടമാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നടന്നിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വാർത്തകളിൽ നിന്നുമൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് തൻ്റെ വീട്ടിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവൾ നേരിടുന്ന മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങളും ചൂഷണങ്ങളും ചിത്രം വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ അനുപമ പരമേശ്വരൻ മോളെ സൂപ്പർ. സിനിമയുടെ നട്ടൽ അനുപമയുടെ പ്രകടനം തന്നെയാണ്. ഒരു പക്ഷേ ഒരുപാട് ഗ്ലാമർ വേഷങ്ങളിൽ നിന്നും മാറിയിട്ട് അഭിനയത്തിന് പ്രാധാന്യമുള്ള കൂടുതൽ കരുത്തുറ്റ ഒരു നല്ലൊരു കഥാപാത്രം തന്നെയായിരുന്നു അനിത എന്ന് പറയുന്ന സാധനം. ആ ഒരു വ്യക്തി ഒരുപാട് അനിതയുടെ ആ ഒരു ഭയം, വളരെ നിസ്സംഗമായിട്ടുള്ളൊരവസ്ഥ, മാനസികമായ വ്യഥ, ഒറ്റപ്പെടലുകൾ, അതൊക്കെ ഗംഭീരമായിട്ട് സ്ക്രീനിലെത്തിച്ചു. പിന്നെ അനിതയുടെ അച്ഛനും അമ്മയായിട്ടൊക്കെ അഭിനയിച്ച അവർ ചാർലിയും അതോടൊപ്പം തന്നെ നിരേഷയും മികച്ച പ്രകടനമാണ് അവരും കാഴ്ചവെച്ചത് എന്ന് തന്നെ പറയാം. അവർ ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം അതിന് ഉള്ള രീതിയിൽ വളരെ ഗംഭീരമായിട്ട് വളരെ കണ്ണീരണിയിക്കുന്ന പല കാഴ്ചകളും അവർ തന്നെ സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ AR ജീവയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ദുഃഖങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ സംവിധാനം വളരെയധികം ഗംഭീരമായിട്ട് വിജയിച്ചു. പിന്നെ പക്ഷേ തിരക്കഥയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഡയറക്ഷൻ വെരി ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ മാതാപിതാക്കളോട് മക്കൾക്ക് തമ്മിലുള്ള തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ സിനിമ വളരെ വിശാലമായി സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ PP കിറ്റ്, മാസ്ക്, അതോടൊപ്പം തന്നെ പോലീസ് നിയന്ത്രണങ്ങൾ തുടങ്ങിയ ലോക്ക്ഡൗൺ കാലത്തെ ഓർമ്മകളെ ഒന്ന് റിയലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ സിനിമ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു നായകൻ്റെ സഹായമില്ലാതെ നായിക സ്വന്തം പ്രശ്നങ്ങളെ നേരിടുന്ന രീതിയും വളരെയധികം ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കീ മൂവ്മെൻ്റ് ആയിട്ട് പറയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. താൻ ഗർഭിണിയാണെന്ന് അനിത ആദ്യമായി തിരിച്ചറിയുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, ശരിക്കും ഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ കാരണം ആശുപത്രിയിൽ പോകാൻ കഴിയാതെ അവൾ അനുഭവിക്കുന്ന ആ ഒരു ശ്വാസം മുട്ടിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ അവളുടെ നിമിഷങ്ങളോടൊപ്പം നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ സ്വർണ്ണ വളകൾ മോഷ്ടിച്ച് പണയത്തിനായി പണത്തിന് വേണ്ടി അവൾ പണയം വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള നിമിഷം, അതോടൊപ്പം തന്നെ ക്ലൈമാക്സിലെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം, അതൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ശക്തിവേലിൻ്റെ ക്യാമറയാണ് ലോക്ക്ഡൗണിൻ്റെ ആ ഒരു ശൂന്യത, റോഡുകളിലും വീടുകളിലെയും വീർപ്പ് മുട്ടുന്ന ഒരു അന്തരീക്ഷം മികച്ച രീതിയിൽ പകർത്താൻ ക്യാമറമാന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NR രഘുനാഥനാണ് ഈ സിനിമയുടെ സംഗീതം നൽകിയിരിക്കുന്നത്. സിനിമയുടെ മൂഡിന് അനുയോജ്യമായിട്ടുള്ള 2 പാട്ട്, നല്ല ഗംഭീര പാട്ട്, പശ്ചാത്തല സംഗീതം വളരെ ഗംഭീരമെന്ന് തന്നെ പറയാം. ആ ഒരു വൈകാരികമായ നിമിഷങ്ങൾ ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എഡിറ്റിങ് ചിലയിടങ്ങളിൽ ഇത്തിരി ഇഴച്ചിൽ ഉണ്ടെങ്കിൽ പോലും കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല രീതിയിൽ എഡിറ്റിംഗ് ഇത് ചെയ്തിട്ടുണ്ട്. കുറേ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഒരുപാട് സീനുകൾ, ബാത്റൂമിനകത്തൊക്കെ കുറേ സീനൊക്കെ വളരെ ഗംഭീരമായിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് തോന്നുന്നത് ഇതൊരു ചെറിയ സംഭവമാണ്. ഒരു ചെറിയ കുറച്ച് ദിവസങ്ങൾ മാത്രം, ഒരു 5 മാസം കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ ഒരു ചെറിയ ഷോർട്ട് മൂവി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമ, പക്ഷേ ഒരു വലിയ സിനിമയായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലൈമാക്സിൽ നായയ്ക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള നീതി ലഭിക്കുന്നുണ്ടോ എന്ന ഒരു കാര്യത്തിൽ
ഒരു സംശയമുണ്ട്. കാരണം അവൾക്ക് സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്വം അത് ആരാണ് എന്നുള്ളത് ഒരു പൂർണ്ണതയില്ലാതെ പോയതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ പാലിക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. ലോക്ക്ഡൗൺ കാലത്താണ് ഇത്, ഓക്കെ, ഒരു പിന്നെ ലോക്ക്ഡൗൺ കാലത്ത് ഇങ്ങനെയും സംഭവിക്കാം. ഇതൊരു പിന്നെ കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ ഇങ്ങനെയും അബദ്ധം അതായത് ഒരു സ്ത്രീക്ക് എത്ര ഉറക്കത്തിലായിരുന്നാലും തന്നെ ശാരീരികമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്ത്രീ തിരിച്ചറിയേണ്ടതാണ്. അത് ഒരു അതിശോക്തിയായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമയിൽ തന്നെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, നിന്റെ ശരീരത്ത് ഒരാൾ കയറി കിടന്നപ്പോൾ പോലും നീ അറിഞ്ഞില്ലേ എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ തോന്നുകയാണ്, ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഉപയോഗിക്കുമ്പോൾ സ്ത്രീ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതൊരു എത്ര ലഹരിയിലായിരുന്നാൽ പോലും 2 ദിവസം കഴിഞ്ഞു ആ ലഹരിയിൽ നിന്ന് ഉണരാൻ പോലും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് ഒരു അതിശോക്തിയായിട്ട് എനിക്ക് തോന്നി. അതിനെ ഒന്ന് റിയലായിട്ട് ഇത് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ക്ലൈമാക്സിലെ ആൻറ്റി ക്ലൈമാക്സ് പോലെ ആ ഒരു സാധനം, എന്നിട്ടും അവൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ സിനിമ ഒരു പൂർണ്ണതയിൽ അപ്പോഴും സ്ത്രീ അബലയായിട്ട് തന്നെ തുടരുകയാണ്. സ്ത്രീ ശാക്തീകരണം ഉണ്ടാവുന്നില്ല. സ്ത്രീ ഒരു പുരോഗതിയിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു പ്രതികാരത്തിൻ്റെ ഒരു എലമെൻ്റെങ്കിലും നൽകി ആ സിനിമ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ സിനിമ അല്പം കൂടി ഗംഭീരമാകുമായിരുന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. പക്ഷേ സിനിമ വളരെ ഗംഭീരമായിട്ടുള്ള കുറേ ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറേ രംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അനുപമയുടെ പെർഫോമൻസ് പിച്ചിയെടുത്ത് കിടിലം എന്ന് വെച്ചാൽ കിടിലം. വൺ ടൈം വാച്ചബിൾ സൂപ്പർ സിനിമയാണ്, കാണാം. ഒരുപാട് ഇമോഷണൽ ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ നിശബ്ദതയുടെ ലോകത്തിൽ നിന്നും അവൾ ആ തടവറ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ സ്ത്രീകൾക്കെല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു.